السلام عليكم. Welcome to Justin's Guide. أيها الأصدقاء، كيف حالكم؟ أظن أنكم جيدون. نعم، الحمد لله. اليوم نبدأ الوحدة الثانية. اسم وحدتنا وطني عزتي. ഹൈ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ യൂണിറ്റിന്റെ പേര് വത്തനി അസ്സത്തി. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വത്തനി അസ്സത്തി, മൈ കൺട്രി ഈസ് മൈ പ്രൈഡ്, അല്ലേ? എന്ന് വെച്ചാൽ വത്തനി പറഞ്ഞാൽ എന്താ? എൻ്റെ സ്വദേശം, എൻ്റെ ജന്മനാട് എന്നൊക്കെ പറയാം, അല്ലേ? വത്തനി ഇസ്സത്തി, എൻ്റെ ജന്മനാട് എൻ്റെ അഭിമാനമാണ് എന്നൊക്കെ പറയാം. മൈ ഹോം ലാൻഡ് ഈസ് മൈ പ്രൈഡ്. ഈ യൂണിറ്റിൽ 2 ചാപ്റ്ററുകളാണ് ഉള്ളത് കേട്ടോ. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഉമ്മുൽ അബ്താൽ സീറ, അതൊരു ബയോഗ്രഫിയാണ്, ജീവചരിത്രമാണ്. ഉമ്മുൽ അബ്താൽ എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ഹീറോസ്, വീരന്മാരുടെ അമ്മ എന്നാണ് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്. ഈ രണ്ടാമത്തെ ചാപ്റ്റർ ഇലൈക്കി അഹിന്നു മല്ലൂമൻ, അതൊരു കവിതയാണ് കേട്ടോ. ഇലൈക്കി അഹിന്നു പറഞ്ഞാൽ ഐ ആൺ ഫോർ യു, ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ്. ഇനി നമുക്ക് 32ാമത്തെ പേജിലോട്ട് നോക്കാം. നുലാഹിലു ഒനുനാക്കിഷു. നുലാഹിലു നമുക്ക് ശ്രദ്ധിക്കാം, ഒനുനാക്കിഷു ചർച്ച ചെയ്യാം. ഈ പിക്ചറിൽ എന്താ കാണുന്നത്? ഈ പിക്ചറിൽ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം കാണാം, അല്ലേ? ഇന്ത്യയെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ എന്തൊക്കെയാ? ഇന്ത്യയുടെ പതാക കാണാം, പിന്നെ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, പിന്നെ ആരൊക്കെ? മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, അംബേദ്കർ, ലാൽ ബഹദൂർ ശാസ്ത്രി, മൗലാന അബുൽ കലാം ആസാദ്, അങ്ങനെ ഇവരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താജ്മഹൽ, ബർലമാനുൽ ഹിന്ദ്, അല്ലേ? ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം കാണാം. അതുപോലെ ലാൽ കില, ചെങ്കോട്ട, കുത്തുബ് മിനാർ, അതൊക്കെ നമുക്ക് ഈ പിക്ചറിൽ നിന്നും കാണാൻ സാധിക്കും, അല്ലേ? ഭാരത് എന്ന് ഇന്ത്യയുടെ മറ്റൊരു പേരെന്താണ്? ഭാരത് എന്നാണ്, അല്ലേ? ഇവരാരൊക്കെയാണെന്ന് അറിയില്ല, എല്ലാവർക്കും അറിയാത്തവരുണ്ടായിരിക്കില്ല, അല്ലേ? സുവമാവ് ഹറക്കത്തുൽ ഇസ്തിഖ്ലാൽ ഹിന്ദിയ, മുഖാത്തലു അൽ ഹുരിയത്തുൽ ഹുനൂദ് എന്നൊക്കെ പറയാം, അല്ലേ? ഇവരൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്, നേതാക്കന്മാരാണ്. സുവമാവ് ഹറക്കത്തുൽ ഇസ്തിഖ്ലാൽ ഹിന്ദിയ, അല്ലേ? ആരൊക്കെയാ? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, പിന്നെ അംബേദ്കർ, ലാൽ ബഹദൂർ ശാസ്ത്രി, മൗലാന അബുൽ കലാം ആസാദ്, ഇവരൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരാണ്. അതിലെല്ലാം പങ്കെടുത്ത നേതാക്കളാണ്, അല്ലേ? സുഅമാഉൻ. അവര് അല്ലത്തി കാനത്ത് തഹ്ദുഫു ഇലാ ഖളായ ലാ ഇസ്തിഅമാറിൽ ബരീതാനി വതഹ്ഖീഖു ഇസ്തിഖ്ലാലിൽ ബിലാദി. ഇന്ത്യയിൽ അധിനിവേശം നടത്തിയിരുന്ന ബ്രിട്ടീഷുകാരെ ഇല്ലാതെയാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം, അല്ലേ? വതഹ്ഖീഖു ഇസ്തിഖ്ലാലിൽ ബിലാദി, അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം എന്നത് യാഥാർത്ഥ്യമാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം, അല്ലേ? ഇനി നമുക്ക് 33ാമത്തെ പേജിലോട്ട് നോക്കൂ. ഈ രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഉമ്മുൽ അബ്താൽ എന്ന ചാപ്റ്റർ നമുക്കൊന്ന് തുടങ്ങി നോക്കാം. ഉമ്മുൽ അബ്താൽ, മദർ ഓഫ് ഹീറോസ്, വീരന്മാരുടെ അമ്മ, അല്ലേ? ബത്തലുൻ ജമ്മ് അബ്താലുൻ, ഹീറോസ്, വീരന്മാരുടെ അമ്മ. ഈ പിക്ചറിലോട്ട് നോക്കൂ. ഒരു ഉമ്മയെയും 2 മക്കളെയും കാണാം. ഇവരാരൊക്കെയാണെന്ന് മനസ്സിലായോ? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ്. ഇവര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത യോദ്ധാക്കളാണ്. ഈ ഉമ്മ തന്റെ മക്കളോട് പറയുന്ന വാക്കുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ പാഠഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഇബ്നി അൽ അസീസ് ലാ തഹ്സൻ, ഇബ്നി അൽ അസീസ്, മൈ ഡിയർ സൺ, എൻ്റെ മകൻ, എൻ്റെ പ്രിയപ്പെട്ട മകനെ. ലാ തഹ്സൻ അലയ്യ, ഡോണ്ട് ബി സാഡ് ഫോർ മീ, അല്ലേ? എന്നെ ഓർത്ത് നീ ദുഃഖിക്കേണ്ട. ലാ തഹ്സൻ എന്ന് പറഞ്ഞാൽ നീ ദുഃഖിക്കരുത്. അലയ്യ, എന്നെ ഓർത്ത്, എന്നെ മേൽ നീ ദുഃഖിക്കരുത്. ലൈസ ഇൻദി അംറുൻ അഅ്ലമു മിൻ തൽഹിയത്തിൽ ഹയാതി ലിഹുരിയത്തി ബലദിന അൽ മഹ്ബൂബ്. I have no greater task than to sacrifice my life for the freedom of my beloved country. എന്താണെന്ന് മനസ്സിലായോ? ലൈസ ഇന്ദി, എനിക്കില്ല, അംറുൻ അഅ്ലമുൻ, ഒരു മഹത്തായ ഒരു കാര്യമൊന്നും എനിക്കില്ല. അംറുൻ അഅ്ലമുൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു വലിയൊരു ദൗത്യം എനിക്കില്ല. മിൻ തൽഹിയത്തിൽ ഹയാത്തി, ജീവൻ ബലിയർപ്പിക്കുന്നതിലും അതിനേക്കാളും ഒരു വലിയൊരു ദൗത്യമൊന്നും എനിക്കില്ല. ലിഹരിയത്തി ബലദിന അൽ മഹബൂബ്, എൻ്റെ പ്രിയപ്പെട്ട രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ലിഹുരിയത്തി എന്നാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ബലദിന അൽ മഹബൂബ്, എൻ്റെ പ്രിയപ്പെട്ട രാജ്യത്തിൻ്റെ
സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിലും വലിയൊരു ദൗത്യം എനിക്കില്ല. ലഖദ് അൻജബ്തുൽ ഔലാദ വറബ്ബൈതുഹും വഅല്ലംതുഹും ലിക്കൈ യകൂനു അബ്ദാലൻ യുഹാരിബൂന ലിദ്ദൽ മുസ്തഅമിരീന. I have given birth to children, raised them and educated them to be heroes fighting against the colonialist. ലഖദ് അൻജബ്തുൽ ഔലാദ, ഞാൻ കുട്ടികൾക്ക് ജന്മം നൽകി, വറബ്ബൈതുഹും അവരെ വളർത്തി, അതുപോലെ വഅല്ലംതുഹും അവരെ പഠിപ്പിച്ചു, ലിക്കൈ യകൂനു എന്തിനു വേണ്ടിയിട്ടാ, എന്താകാൻ വേണ്ടിയിട്ടാ, ലിക്കൈ യകൂനു അബ്ത്വാലൻ യുഹാരിബൂന ലിദ്ദൽ മുസ്തഅമിരീന, കൊളോണിയലിസ്റ്റുകൾക്കെതിരെ പോരാടുന്ന വീരന്മാരാകാൻ അവരെ ഞാൻ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. ലിക്കൈ യകൂനു അവരായിത്തീരാൻ വേണ്ടിയിട്ട്, അബ്ത്വാലൻ വീരന്മാരാകാൻ, യുഹാരിബൂന ലിദ്ദൽ മുസ്തഅമിരീന അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടുന്ന വീരന്മാരാകാൻ വേണ്ടിയിട്ട്. അൻത യാ ഹബീബി ഖദ് ഹഖഖ്ത അഹ്ലാമി, യു മൈ ബിലോവ്ഡ് ഹാവ് മെയ്ഡ് മൈ ഡ്രീംസ് കം ട്രൂ. അല്ലേ? അൻത യാ ഹബീബി, എൻ്റെ പ്രിയപ്പെട്ടവനെ, ഖദ് ഹഖഖ്ത അഹ്ലാമി, നീ എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു. ഖദ് ഹഖഖ്ത, നീ സാക്ഷാത്കരിച്ചു, അഹ്ലാമി, എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി എൻ്റെ പ്രിയപ്പെട്ടവനെ. وأنا أفتخر بأنني أم محارب شجاع يفدي بنفسه للوطن. I am proud to be the mother of a brave warrior who sacrifices himself for the homeland. وأنا أفتخر ബിഅന്നനി ഉമ്മു മുഹാരിബിൻ ഷുജായിൻ. വഅന അഫ്തഖിറു, ഞാൻ അഭിമാനം കൊള്ളുന്നു, ബിഅന്നനി, നിശ്ചയമായി ഞാൻ, ഉമ്മു മുഹാരിബിൻ ഷുജായിൻ, ഒരു ധീര യോദ്ധാവിൻ്റെ ഉമ്മയായതിൽ, യഫ്ദി ബിനഫ്സിഹി ലിൽ വത്തനി, യഫ്ദി ത്യാഗം ചെയ്തു, ബിനഫ്സിഹി സ്വയം ത്യാഗം ചെയ്ത, ലിൽ വത്തനി മാതൃരാജ്യത്തിനു വേണ്ടി, മാതൃരാജ്യത്തിനു വേണ്ടി സ്വയം ത്യാഗം ചെയ്ത ഒരു ധീര യോദ്ധാവിൻ്റെ അമ്മയായതിൽ ഞാൻ അഭിമാനിക്കുന്നു. അബ്ശിർ യാ ബുനയ്യ ഫഹബ്ലിൽ അഅ്ദാമി വിസാമുൽ ലിൽ മുഹാരിബി. അബ്ശിർ യാ ബുനയ്യ, ബി ഓഫ് ഗുഡ് ചിയർ മൈ സൺ, അഥവാ ഗുഡ് ന്യൂസ് മൈ സൺ എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ മകനെ നീ സന്തോഷിക്ക്. യാ ബുനയ്യ, അബ്ശിർ എന്ന് പറഞ്ഞാൽ നീ സന്തോഷ വാർത്തയുണ്ട്, നീ എൻ്റെ മകനെ നീ സന്തോഷിക്ക്. ഫഹബ്ലിൽ അഅ്ദാമി വിസാമുൽ ലിൽ മുഹാരിബി. ദ എക്സിക്യൂഷൻ റോപ്പ് ഈസ് എ മെഡൽ ഫോർ ദി വാരിയർ. എന്താണ് പറഞ്ഞ്? ഫഹബ്ലിൽ അഅ്ദാമി, വധശിക്ഷ കയർ. ഹബിൽ എന്ന് പറഞ്ഞാൽ കയർ, അൽദാം എന്ന് പറഞ്ഞാൽ വധശിക്ഷ കയർ. വിസാമുൽ ലിൽ മുഹാരിബി, യോദ്ധാവിനുള്ളൊരു മെഡലാണ് എന്നാണ് പറയുന്നത്. ഫഹബ്ലിൽ അഅ്ദാമി വിസാമുൽ ലിൽ മുഹാരിബി, കാരണം വധശിക്ഷ കയർ യോദ്ധാവിനുള്ളൊരു മെഡലാണ്. വിസാമുൽ മെഡൽ. അതമന്ന അല്ലാ തർതൈഷ ഖദമാക, ഐ ഹോപ്പ് യുവർ ഫീറ്റ് ഡു നോട്ട് ട്രംബിൾ. അതമന്ന, ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലാ തർതൈഷ ഖദമാക, നിങ്ങളുടെ കാലുകൾ വിറക്കരുതെന്ന്. തർതൈഷ പറഞ്ഞാൽ വിറക്കുക, ഖദമാക നിന്റെ കാലുകൾ വിറക്കരുതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ വഅല്ലാ തംതലിയ ഐനാക ദുമൂഅൻ, യുവർ ഐസ് ഡു നോട്ട് ഫിൽ വിത്ത് ടിയേഴ്സ്. വഅല്ലാ തംതലിയ, നിറയരുതെന്നും, നിറയാതിരിക്കട്ടെ, ഐനാക്ക നിന്റെ കണ്ണുകൾ, ദുമൂഅൻ കണ്ണുനീർത്തുള്ളികൾ കൊണ്ട്, നിങ്ങളുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറയരുതെന്നും. വഅല്ലാ യതഅല്ലമ ഖൽബുക ലവാതൻ, ആൻഡ് മേ യുവർ ഹാർട്ട് ഡു നോട്ട് എക്കേ വിത്ത് പെയിൻ. വഅല്ലാ യതഅല്ലമ, നിങ്ങളുടെ ഹൃദയം വേദനയാൽ വേദനിക്കരുതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. വല്ലായത്ത അല്ലമ പറഞ്ഞാൽ വേദനിക്കരുതെന്നും, അല്ലമ പറഞ്ഞ വേദന അല്ലെ. വല്ലായത്ത അല്ലമ വേദനിക്കരുതെന്ന്, കൽബുക നിന്റെ കൽബ്, ഹൃദയം, നിന്റെ മനസ്സ് വേദനിക്കരുതെന്നും. ലവാത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? വേദനയാൽ, നിങ്ങളുടെ ഹൃദയം വേദനയാൽ വേദനിക്കരുതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ബാറക്കല്ലാഹു ഫീക, മേ ഗോഡ് ബ്ലെസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവരുടെ വാക്കുകൾ നിർത്തുകയാണ്.
അധിനിവേശ ശക്തികളോട് പോരാടി ബ്രിട്ടീഷുകാർ തൂക്കുകയർ വിധിച്ച തൻ്റെ മക്കളോട് സ്വന്തം ഉമ്മ ധീരതയോടെ പറയുന്ന വാക്കുകളാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉമ്മയെ ഉമ്മുൽ അബ്താൽ അഥവാ വീരന്മാരുടെ അമ്മ എന്ന് വിളിച്ചത് അല്ലേ. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഉമ്മുൽ അബ്താൽ അഥവാ വീരന്മാരുടെ ഉമ്മ എന്നാണ് അല്ലേ. അപ്പൊ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി ഇതിലെ ഒരു താഴെ 3 ക്വസ്റ്റ്യൻസ് കാണാം. അതിന്റെ ആൻസർ ഒന്ന് കണ്ടെത്തി നോക്കാം. മാ ഉമ്നിയത്തുൽ ഉമ്മ, വാട്ട് ഈസ് എ മദർ വിഷ്? എന്താണ് ആ ഉമ്മയുടെ ആഗ്രഹം? എന്തായിരുന്നു മാ ഉമ്നിയത്തുൽ ഉമ്മ? ആ ഉമ്മയുടെ ആഗ്രഹം എന്തായിരുന്നു? ഈ ഉമ്മ മക്കളെ വളർത്തി വലുതാക്കി അവരെ പഠിപ്പിച്ചു. എന്താവാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചെന്നാ പറഞ്ഞേ? ലിക്കൈ യകൂനു അബ്താലൻ യുഹാരിബൂന ലിദ്ദൽ മുസ്തഅമരീന അല്ലേ. അധിനിവേശ ശക്തികൾ കൊളോണിയലിസ്റ്റുകൾക്കെതിരെ പോരാടുന്ന യോദ്ധാക്കളാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ലിക്കൈ യകൂനു അബ്താലൻ യുഹാരിബൂന ലിദ്ദൽ മുസ്തഅമരീന. അപ്പൊ ആൻസർ അവിടെ എഴുതാം. ഇനി അടുത്ത് നോക്കൂ, മാ ഹുവ വിസാമുൽ മുഹാരിബ്? എന്താണ് യോദ്ധാവിന്റെ മെഡൽ? വാട്ട് ഈസ് ദ വാരിയർ മെഡൽ? എന്തായിരുന്നു ഒരു യോദ്ധാവിന്റെ മെഡൽ? എന്താണ് ഇതിൽ പറഞ്ഞത്? വധശിക്ഷ, ഹബിലുൽ ഇഅ്ദാം അല്ലെ, തൂക്കുകയറാണ് അല്ലെ. ഇതിലെ വിസാമുൽ മുഹാരിബ് എന്ന് പറഞ്ഞത് ഹബിലുൽ ഇഅ്ദാം. ഇനി അടുത്തത് നോക്കൂ, മാതാ തത്ലുബുൽ ഉമ്മിൻ വലദിഹി ഇൻദമാ യുവാജിഹുൽ ഇഅ്ദാം? വധശിക്ഷ നേരിടുന്ന മകനിൽ നിന്നും തന്റെ മകനിൽ നിന്നും ആ ഉമ്മ എന്താണ് ആവശ്യപ്പെട്ടത്? വധശിക്ഷ നേരിടാൻ പോകുന്ന മകനോട് ഉമ്മയുടെ അവസാന വാക്കുകളുണ്ട്. എന്തൊക്കെയാ പറഞ്ഞേ? അത്തമന്ന അല്ലാ തർതഇശ ഖദമാക വ അല്ലാ തംതലി ഐനാക ദുമുഅൻ വ അല്ലാ യതഅല്ലമ ഖൽബുക ലവതൻ അല്ലേ. എന്താണ് മനസ്സിലായില്ലേ? നിന്റെ കാലുകൾ വിറയ്ക്കരുത്, അതുപോലെ തന്നെ നിന്റെ കണ്ണുനീർ തുള്ളികൾ കൊണ്ട് നിറയരുത്, പിന്നെ വ അല്ലാ യതഅല്ലമ ഖൽബുക ലവതൻ, നിന്റെ ഹൃദയം നിന്റെ മനസ്സ് വേദനിക്കരുത് എന്നൊക്കെ പറയുക. അത് ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് പറയുന്ന വാക്കുകളാണ് ആ ഉമ്മയുടെ അവസാനത്തെ ആ ഉമ്മ ആവശ്യപ്പെടുന്നത് അല്ലേ. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി ബാക്കി ഭാഗം നോക്കാം. അബാദി ബാനു ബീഗം. ഈ ഉമ്മയുടെ പേരെന്താണ്? അബാദി ബാനു ബീഗം. ഇവരെ കുറിച്ചാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ولدت عبادي بانو بيغم عام 1850 ميلادية في عائلة مثقفة في رامپور من ولاية Uttar Pradesh. Abadi Banu Begum was born in 1850 into an educated family in Rampur, Uttar Pradesh. ഉലിദത്ത് അവൾ ജനിച്ചത്, അബാദി ബാനു ബീഗം ജനിച്ചത് 1850 മീലാദിയയിലാണ്. 1850 അവർ ജനിക്കുന്നത്. ഫി ആയിലത്തി മുസക്കഫത്തിൻ, ഒരു സംസ്കാര സമ്പന്നമായ ഒരു കുടുംബത്തിൽ. എന്ന് വെച്ചാല് ഒരു എഡ്യൂക്കേറ്റഡ് ഫാമിലി. ആയിലത്ത് എന്ന് പറഞ്ഞാല് കുടുംബം, ഫാമിലി അല്ലെ. ഒരു എഡ്യൂക്കേറ്റഡ് ഫാമിലിയിൽ, ഒരു സംസ്കാര സമ്പന്നമായ ഒരു ഫാമിലിയിൽ അവർ ജനിക്കുന്നു. ഫി റാംപൂർ മിൻ വിലായത്തി ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശിലെ ഒരു സംസ്ഥാനമായ റാംപൂരിലാണ് അവർ ജനിക്കുന്നത്. വാലിദത്തു മൗലാന മുഹമ്മദ് അലി വ മൗലാന ഷൗക്കത്ത് അലി. ഷി വാസ് ദ മദർ ഓഫ് മൗലാന മുഹമ്മദ് അലി ആൻഡ് മൗലാന ഷൗക്കത്ത് അലി. ഇവരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലി അവരുടെ ഉമ്മയാണ് കേട്ടോ. ഹുമ മുഹാരിബാനി ഫി ഹറക്കത്തിൽ ഇസ്തിഖ്ലാലിൽ ഹിന്ദി, 2 വാരിയേഴ്സ് ഇൻ ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് അല്ലെ. ഇവര് മുഹാരിബാനി പോരാളികളാണ്. ഫി ഹറക്കത്തി ഇസ്തിഖ്ലാലിൽ ഹിന്ദി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത പോരാളികളാണ്. തുവഫിയ സൗജുഹാ വഹിയ ഫി സിന്നി സാബിഅത്തി വൽ 20. ഹർ ഹസ്ബൻഡ് ഡെഡ് when she was 27. തുവഫിയ സൗജുഹാ, അവളുടെ ഭർത്താവ് മരണപ്പെട്ടു. വഹിയ ഫിസ്സിന്നി സാബിഅത്തി വൽ 20, 27ാമത്തെ വയസ്സിൽ അവളുടെ 27ാമത്തെ വയസ്സിൽ അവളുടെ ഭർത്താവ് മരണപ്പെടുകയാണ്. ലാക്കിൻ മാ ലൗഫത്ത്, ബട്ട് ഷീ ഡിഡ് നോട്ട് വീക്കൺ. പക്ഷെ അവൾ തളർന്നില്ല. ലൗഫ പറഞ്ഞാല് തളർന്നു പോയില്ല, ബലഹീനമായില്ല. പക്ഷെ അവൾ തളർന്നില്ല. فقامت بتربية أبنائها تربية حسنة. She raised her children well. ഫഖാമത്ത്, അവള്
നിർവഹിച്ചു. ബി തർബിയത്തി അബിനാഇഹ, അവളുടെ മക്കളെ പരിപാലിക്കുന്നതിൽ, തർബിയത്തൻ ഹസനൻ, നന്നായിട്ട് അവരെ വളർത്തി എന്നാണ്. അവൾ മക്കളെ നന്നായി വളർത്തി. കാനത്ത് തംതലിക്കു ഷജാഅത്തൻ കബീറത്തൻ വഖുവത്തൻ നഫ്സിയത്തൻ നാദിറത്തൻ. ഷീ ഹാഡ് ഗ്രേറ്റ് കവറേജ് ആൻഡ് റയർ മെന്റൽ സ്ട്രെങ്ത്. കാനത്ത് തംതലിക്കു, അവള് ഉടമപ്പെടുത്തിയിരുന്നു, അഥവാ അവൾക്കുണ്ടായിരുന്നു. ഷജാഅത്തൻ കബീറത്തൻ, വലിയൊരു ധൈര്യം അവൾക്കുണ്ടായിരുന്നു. ഷജാഅത്ത് നല്ല ധൈര്യം അല്ലെ, ഒരു ധീരത. കബീറ ഒരു വലിയൊരു ധൈര്യം അവൾക്കുണ്ടായിരുന്നു. വഖുവത്തൻ നഫ്സിയത്തൻ നാദിറത്തൻ, അവൾക്കൊരു അപൂർവമായൊരു മാനസിക ശക്തിയും ഉണ്ടായിരുന്നു. ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ ശക്തി, നഫ്സി പറഞ്ഞാൽ മാനസിക, നാദിറ പറഞ്ഞാൽ എന്താ, അപൂർവമായ. അവൾക്ക് വലിയൊരു ധൈര്യവും അപൂർവമായ മാനസിക ശക്തിയും ഉണ്ടായിരുന്നു. സാഫറത്ത് ബൈനൽ ഖുറാ ലിദഅമി ഹറകാത്തിൽ ഇസ്തിഖ്ലാലിൽ ഹിന്ദി. She traveled between villages to support the Indian independence movement. സാഫറത്ത്, അവൾ യാത്ര ചെയ്തു. ബൈനൽ ഖുറ, ഗ്രാമങ്ങൾക്കിടയിലൊക്കെ അവൾ യാത്ര ചെയ്തു. ലിദാമി ഹറക്കാത്ത് ഇസ്തിഖ്ലാലിൽ ഹിന്ദി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ പിന്തുണക്കാൻ. ലിദാമി പറഞ്ഞാല് പിന്തുണക്കാൻ വേണ്ടി. ഹറക്കാത്ത് ഇസ്തിഖ്ലാലിൽ ഹിന്ദി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ. ഹറക്കാത്ത് എന്ന് പറഞ്ഞ പ്രസ്ഥാനങ്ങളെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് അവള് ഗ്രാമങ്ങൾക്കിടയിൽ സഞ്ചരിച്ചു. കാനത്ത് താതകിദു അന്നൽ ഖുലുവ ലിൽ ബരീതോനീന ഖതിയത്തുൻ കബീറത്തുൻ. ഷീ ബിലീവ്ഡ് ദാറ്റ് സബ്സർവിയൻസ് ടു ദി ബ്രിട്ടീഷ് വാസ് എ ഗ്രേറ്റ് സിൻ. കാനത്ത് താഴ്ത്തക്കിതു അന്നൽ ഖുലുവ ലിൽ ബരീതോനീന ഖതിയത്തുൻ കബീർ. ബ്രിട്ടീഷുകാർക്ക് അടിമപ്പെടുന്നത് വലിയൊരു പാപമാണെന്ന് അവള് വിശ്വസിച്ചു. കാനത്ത് താഴ്ത്തക്കിതു, അവള് വിശ്വസിച്ചു. അന്നൽ ഖുലുവ, ഖുലുവ പറഞ്ഞാല് കീഴൊതുങ്ങുക. അന്നൽ ഖുലുവ ലിൽ ബരീതോനീന, ബ്രിട്ടീഷുകാർക്ക് കീഴൊതുങ്ങുക, അവർക്ക് അടിമയായി നിൽക്കുക എന്നുള്ളത്. ഖതിയത്തുൻ കബീറത്തുൻ, അതൊരു വലിയൊരു പാപമാണെന്ന് അവള് വിശ്വസിച്ചു. കാലത്ത് ഇദസ്തജാബ അബ്നായി ലി അവാമിറിൽ ഹുകൂമത്തിൽ ബരീതോനിയ ഫദുആഇ ഇലല്ലാഹി അൻ യുഅതിയനി ഖുവ്വതൻ ലി ഉഖ്നുഖഹും. She said, if my children obey the orders of the British government, my prayer to God to give me the strength to strangle them. എന്താണ് പറയുന്നത്? കാലത്ത് അവൾ പറഞ്ഞു, ഇദസ്തജാബ അബ്നായി ലി അവാമിറിൽ ഹുകൂമത്തിൽ ബരീതോനിയ, എൻ്റെ കുട്ടികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ആജ്ഞതകൾ അനുസരിച്ചാൽ. ഇദസ്തജാബ അബ്നായി, എൻ്റെ മക്കൾ, എൻ്റെ കുട്ടികൾ അനുസരിച്ചാൽ. ലി അവാമിറിൽ ഹുകൂമത്തിൽ ബരീതോനിയ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അഥവാ ബ്രിട്ടീഷ് സർക്കാരിന്റെ ആജ്ഞതകൾ എൻ്റെ മക്കൾ അനുസരിച്ചാൽ. ഫദുആഇ ഇലല്ലാഹി അൻ യുഅതിയനി ഖുവ്വതൻ ലി ഉഖ്നുഖഹും, അവരെ ഞാൻ ശ്വാസം മുട്ടിക്കാൻ എനിക്ക് ശക്തി നൽകണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിനെ എൻ്റെ മക്കളെ അനുസരിക്കുകയാണെങ്കിൽ ഫദ്വാഇ ഇലല്ലാഹി, അള്ളാഹുവിലേക്കുള്ള എൻ്റെ പ്രാർത്ഥന എന്താണ്? അൻ യുഅതിയനി ഖുവ്വതൻ, എനിക്ക് അതിനുള്ള ശക്തി നൽകാൻ. ലി ഉഖ്നുഖഹും, അവരുടെ തൊണ്ടക്ക് പിടിക്കാന്നൊക്കെ പറയില്ലേ, കൊല്ലിക്ക് പിടിക്കാന്നൊക്കെ പറയില്ല, അതുപോലെ അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ, അതിനുള്ള ശ്വാസം മുട്ടിക്കാനുള്ള ശക്തി എനിക്ക് നൽകണേ അല്ലാ എന്നാണ് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത്രക്കും അവർക്ക് ബ്രിട്ടീഷുകാരോട് കീഴൊതുങ്ങുക, അവരെ അടിമപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു വലിയൊരു തെറ്റായിട്ടാണ്, ഒരു വലിയൊരു പാപമായിട്ടാണ് അവര് കണ്ടിരുന്നത്. ഷജാത്ത് കസീർ മിനൽ മുനാലിലീന അല മുഹാറബത്തിൽ ബരീതോനീന ഫി സബീലി ഹുരിയത്തിൽ ഹിന്ദി. She encouraged many freedom fighters to fight the British for the India's freedom. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അവർ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളെ പ്രോത്സാഹിപ്പിച്ചു. ഷജാത്ത് പറഞ്ഞാല് അവൾ പ്രോത്സാഹിപ്പിച്ചു. കസീർ മിനൽ മുനാലിലീന, നിരവധി സേനാനികളെ, സ്വാതന്ത്ര്യ സമര സേനാനികളെ അഥവാ ഫൈറ്റേഴ്സിനെ അവൾ പ്രോത്സാഹിപ്പിച്ചു. അല മുഹാറബത്തിൽ ബരീതോനീന, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ. ഫി സബീലി ഹുരിയത്തിൽ ഹിന്ദി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട്. തുവഫിയത്ത് ഹാദിഹിൽ ബത്വല ഫി 13 നവംബർ 1924 മീലാദിയ.
بعد أن قدمت إسهامات عظيمة للأمة الهندية. This heroine died on November 13th 1924, having made great contributions to the Indian nation. ഇന്ത്യൻ രാഷ്ട്രത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ ഈ നായിക 1924 നവംബർ 13 അന്തരിച്ചു. തുവഫിയത്ത്, അവൾ അന്തരിച്ചു. ഹാദിഹിൽ ബത്തല, ഈ ധീര വനിത, ഈ നായിക അന്തരിച്ചു. ഫി നവംബർ 13 1924 നവംബർ 13 ഈ നായിക അന്തരിക്കുകയാണ്. ബാദ അൻ ഖദ്ദമത്ത് ഇസ്ഹാമാത്തിൻ അലൈമത്തിൽ ഉമ്മത്തിൽ ഹിന്ദിയ, ഇന്ത്യൻ രാഷ്ട്രത്തിന് മഹത്തായ സംഭാവനകൾ നൽകിക്കൊണ്ട്. ബാദ അൻ ഖദ്ദമത്ത് ഇസ്ഹാമാത്തിൻ അലീമ, ഒരു മഹത്തായ സംഭാവനകൾ. ഇസ്ഹാമാത്ത് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ നൽകിയതിനു ശേഷം ഉമ്മത്തിൽ ഹിന്ദിയ, ഇന്ത്യൻ രാഷ്ട്രത്തിന്, അല്ലെ, ഇന്ത്യൻ ജനതക്കായിട്ട് നല്ല സംഭാവനകൾ, കോൺട്രിബ്യൂഷൻസ് നൽകിക്കൊണ്ട് അവൾ 1924 നവംബർ 13 അന്തരിച്ചു. നുറാജി ഉന്നസ നുജീബു. നുറാജി ഉന്നസ, നമുക്ക് പാഠഭാഗം ഒന്നുകൂടി റിവ്യൂ ചെയ്യാം. നുജീബു എന്നിട്ട് ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ബിമ്മ തഫ്തഖറു അബാദി ബാനു ബീഗം. അബാദി ബാനു ബീഗം എന്തുകൊണ്ടാണ് അഭിമാനിക്കുന്നത്? അവൾ പറയുന്നുണ്ടല്ലേ ഫസ്റ്റ് ഭാഗങ്ങളില്, അന അഫ്തഖറു ബി അന്നനി ഉമ്മു മുഹാരിബിൻ ശുജാഇൻ യഫ്ദി ബിനഫ്സി ലിൽ വതനി എന്ന് പറയുന്നുണ്ട് അല്ലേ. ആ വരികൾ അവിടെ ആൻസർ ആക്കി എഴുതാം. എങ്ങനെ എഴുതാം? അന്നഹ ഉമ്മു മുഹാരിബിൻ ശുജാഇൻ യഫ്ദി ബിനഫ്സിഹി ലിൽ വത്വനി. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മാ ഇസ്മു വലദൈഹ അല്ലദാനി ഷാറക ഫി ഹറകത്തിൽ ഇസ്തിഖ്ലാലി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അവളുടെ രണ്ട് മക്കളുടെ പേര് പറയാനേ. എന്തായിരുന്നു? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും, അല്ലെ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഉക്തുബു ഖൗല അബാദി ബാനു തഹ്ദീറൻ ലിൽ ഖുലൂഇ ലിൽ ബരീത്വാനീന. ബ്രിട്ടീഷുകാർക്കെതിരെ കീഴൊതുങ്ങുന്നത് അതിനെ കുറിച്ചൊരു വാണിംഗ് ആയിക്കൊണ്ട് അബാദി ബാനു പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? എന്താണ് അവൾ പറയുന്നുണ്ട്? ഇദസ്തജാബ അബിനായിലി അവാമിറൽ ഹുകൂമത്തിൽ ബരീത്വാനിയ ഫദുആഇ ഇലല്ലാഹി അൻ യുഅതിയനി ഖുവ്വതൻ ലി ഉഖ്നുഖഹും എന്ന് പറയുന്നുണ്ട് അല്ലേ. ആ വാക്കുകൾ ഇവിടെ ആൻസർ ആക്കിയതാ. ഇനി അടുത്ത് നോക്കൂ, നാലാമത്തെ ചോദ്യം. മതാ തൂഫിയത്ത് അബാദി ബാനു. ഇവരെ അന്തരിക്കുന്നത് എന്നാണ്? അബാദി ബാനു മരണപ്പെടുന്നത് എപ്പോഴാണ്? 1924 നവംബർ 13 ഇവര് അന്തരിക്കുന്നത് അല്ലെ. ഇനി അടുത്ത് നോക്കും. കം കാനത്ത് ഉംറു അബാദി ബാനു ഹീന തുവഫിയ സൗജുഹ. അവരുടെ ഭർത്താവ് മരണപ്പെടുമ്പോൾ, അബാദി ബീഗത്തിന്റെ ഭർത്താവ് മരണപ്പെടുമ്പോൾ അവൾക്ക് എത്ര വയസ്സായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. 27 വയസ്സ് അല്ലെ. ഫി സാബിയത്തി വല്ലാഴ്ശിരീന മിനോ ഉംറിഹ അല്ലെ. അപ്പോൾ അവിടെ അത് ആൻസർ ആക്കിയതാ. ഇനി അടുത്ത് നോക്കൂ. നൊയ്ദു ബയാനാത്തിൻ ഷഖ്സിയത്തൻ കസീറത്തല്ലി അബാദി ബാനു ബീഗ. അബാദി ബാനു ബീഗത്തിന്റെ ഒരു ഷോർട്ട് ബയോഡാറ്റ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. ഒരു ചുരുങ്ങിയ ഒരു ബയോഡാറ്റ തയ്യാറാക്കാം. അബാദി ബാനു എന്ന് ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് ഇസ്മുൽ കാമിൽ, അവരുടെ ഫുൾ നെയിം എന്താണ്? അബാദി ബാനു ബീഗം എന്നെഴുതാം. മക്കാനിൽ മീലാബ്, പ്ലേസ് ഓഫ് ബർത്ത് ഫിറാംപൂർ മിൻ വിലായത്തി ഉത്തർപ്രദേശ്. താരിഖുൽ മിലാദ്, ഡേറ്റ് ഓഫ് ബർത്ത് 1850 മിലാദിയ. ഇസ്ഹാമാത്ത്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു? ഷജാഅത്ത് കസീർ മിനൽ മുനാളിലീന അലൽ മുഹാറബത്തിൽ ബരീത്വാനിയ ഫി സബീലിൽ ഹുരിയത്തിൽ ഹിന്ദി. അവിടെ അത് ചുരുക്കി നിങ്ങൾക്ക് എഴുതാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ് തന്നെയാണ് അവരുടെ രണ്ട് മക്കളിലെ. പിന്നെ അടുത്ത് നോക്കൂ. താരിഖുൽ വഫാത്ത്, അവർ മരണപ്പെടുന്ന ഡേറ്റ് ഓഫ് ഡെത്ത് 1924 നവംബർ 13 അവർ മരണപ്പെടുകയാണ്. നുറാജിഉൻ നസ ഒനുനാക്കിഷു. നമുക്ക് പാഠഭാഗം ഒന്നുകൂടി റിവ്യൂ ചെയ്യാം. ഒനുനാക്കിഷു എന്നിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ നിങ്ങളിത് ചർച്ച ചെയ്യാൻ, ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്നാലൊന്ന് നോക്കാം. മീസാത്തുൻ ഷഖ്സിയ അബാദി ബാനു ബീഗം. അബാദി ബാനു ബീഗത്തിന്റെ പേഴ്സണാലിറ്റി ട്രൈറ്റ് എന്തായിരുന്നു? വ്യക്തിപരമായ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? അവര് ഒരു ധീര വനിതയായിരുന്നു അല്ലെ. കാനത്തെ തംതലിക്കു ഷജാഅത്തൻ കബീറത്തൻ വഖുവത്തൻ നഫ്സിയത്തൻ നാദിറത്തൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. നമ്മുടെ പാഠഭാഗം നന്നായിട്ടൊന്ന് വായിക്കുക, എന്നിട്ട് ചർച്ച ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി അടുത്ത് നോക്കൂ. മുഷാറക്കത്ത് അബാദി ബാനു ബീഗം ഫി ഹറക്കത്തിൽ ഇസ്തിഖ്ലാലി.
അബാദി ബാനു ബീഗം സ്വാതന്ത്ര്യ സമരത്തിലെ അതിൽ പാർട്ടിസിപ്പേഷൻ, അവളുടെ ഒരു പങ്കാളിത്തം എങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെ എഴുതാം? ഷജാഅത്ത് കസീറത്തുൻ മിനൽ മുനാളിലീന അലൽ മുഹാറബത്തിൽ ബരീതാനീന ഫീ സബീലി ഹുരിയത്തിൽ ഹിന്ദി എന്ന് പറയാം അല്ലെ. നിരവധി സേനാനികളെ അവളെ പ്രോത്സാഹിപ്പിച്ചു. എന്തിനെ? ലി മുഹാറബത്തിൽ ബരീതാനീന ഫീ സബീലി ഹുരിയത്തിൽ ഹിന്ദി എന്നൊക്കെ. അതുപോലെ മക്കളെയൊക്കെ, 2 മക്കളുള്ള അവരെയൊക്കെ എന്തിന്? യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ് അല്ലെ. അവരെ പോരാളികളാക്കി തീർക്കുകയാണ് അവർ ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നിങ്ങൾക്ക് എഴുതാൻ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കും, മൗഖിഫ് അബാദി ബാനു ബീഗം മിനൽ ഖുലൂൽ ബരീതാനിയ, ബ്രിട്ടീഷുകാർക്കെതിരെ കീഴൊതുങ്ങുന്നത്, അതിനെക്കുറിച്ചുള്ള അവളുടെ സ്റ്റാൻഡ് എങ്ങനെയായിരുന്നു? അവർ പറയുന്നുണ്ട് അല്ലെ, കാനത്ത് താഴത്തേക്കിതുവ അന്നൽ ഖുലൂലിൽ ബരീതാനീന ഖത്തിയത്തൻ കബീറ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇനി അടുത്ത് നോക്കൂ, നജ്മഉ അൽ മാലൂമാത്തി അൻ സുഅമായി ഹറക്കത്തിൽ ഇസ്തിഖ്ലാൽ ഹിന്ദി വനുക്കുമിലു. നജ്മഉ അൽ മാലൂമാത്ത്, നമുക്ക് ഈ സ്വാതന്ത്ര്യ സമര സേനാനി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ വിവരങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. വനുക്കുമിലു, എന്നിട്ട് അതൊന്ന് ഫില്ല് ചെയ്യാം. അപ്പൊ ഒരു ടേബിൾ കാണാം താഴെ അല്ലെ. അതിൽ അസ്മാ അൽ ഇസ്ഹാമാത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ല, അസ്മായിൽ അവരുടെ പേരുകളൊക്കെ എഴുതാം, ഇസ്ഹാമാത്ത് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ താഴെ എഴുതാം. അപ്പോൾ ഇവിടെ ഒരു മോഡൽ തന്നിട്ടുണ്ട്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അല്ലെ. അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു? നഷറ ജരീദത്തു അൽ അമീൻ എന്നാണ്. അൽ അമീൻ പത്രം പബ്ലിഷ് ചെയ്തു എന്നാണ്. ഇതുപോലെ നമുക്ക് ഏതെല്ലാം നേതാക്കളെ കുറിച്ച് എഴുതാം? ആദ്യമായിട്ട് നമുക്ക് മൗലാന അബുൽ കലാം ആസാദ്, ഇവരെ കുറിച്ച് എഴുതാം. ഇവരാരാണ്? അവൽ വസീറുൽ താലിമി ഫിൽ ഹിന്ദി ബാദൽ ഇസ്തിഖ്ലാൽ അല്ലെ. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഇസ്ഹാമാത്ത് എന്തൊക്കെ എഴുതാം? അസ്സസ മജല്ലത്തു അൽ ഹിലാൽ എന്ന് എഴുതാം. അൽ ഹിലാൽ എന്ന മാസിക അദ്ദേഹം സ്ഥാപിച്ചു. അസ്സസ മജല്ലത്തു അൽ ഹിലാൽ. ഇനി അടുത്തത് ആരാ? മഹാത്മാഗാന്ധി. ഖാദ ഹറക്കത്തു അൽ ഉൻഫ് ലാൽ ഉൻഫ് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ? സത്യാഗ്രഹ. സത്യാഗ്രഹ പറഞ്ഞാൽ എന്താ? ഇഹ്തിലാലുൽ ബരിത്താനി അല്ലെ. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പോരാടിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു. അപ്പൊ അത് നയിച്ചത് ആരായിരുന്നു? മഹാത്മാഗാന്ധി. പിന്നെ അടുത്തത് ജവഹർലാൽ നെഹ്റു. അതിന്റെ എന്ത് എഴുതാം? അമല അല തഷ്കീലിൽ ഹിന്ദിൽ ഹദീസ ബഅദൽ ഇസ്തിഖ്ലാലി. സ്വാതന്ത്ര്യത്തിന് ശേഷം പുതിയൊരു ഇന്ത്യയുടെ രൂപീകരണം നടത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. അതുപോലെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക. ഇനി അടുത്തത് സുഭാഷ് ചന്ദ്രബോസ്. അതിന്റെ എന്ത് എഴുതാം? അസസ അൽ ജയ്ഷുൽ വത്തനി അൽ ഹിന്ദി അഥവാ INA അല്ലെ. ഇന്ത്യൻ നാഷണൽ ആർമി എന്നൊരു പാർട്ടിയൊക്കെ രൂപീകരിച്ചത് ആരാണ്? ഈ സ്വാതന്ത്ര്യ ഇസ്തിഖ്ലാലി അല്ലെ. സ്വാതന്ത്ര്യ ഇതിന് വേണ്ടിയിട്ട്, ഹറക്കത്തിന്, ഈ സമരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം രൂപീകരിച്ചൊരു പാർട്ടി ആയിരുന്നു എന്ത്? അൽ ജയ്ഷുൽ വത്തനി അൽ ഹിന്ദി എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്താം? ബാലഗംഗാധര തിലക്, ഇവരുടേത് എന്ത് ചെയ്താം? റഫഷിയാർ ദമുക്ക വസൗതീക അൽ ഹുരിയ അല്ലെ. ഞാൻ എൻ്റെ രക്തം തരാം, എനിക്ക് സ്വാതന്ത്ര്യം തരൂ എന്ന് പറയുന്ന വസൗതീക അൽ ഹുരിയ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറയുന്ന ഒരു കവിത, അതൊക്കെ അദ്ദേഹം എഴുതിയതാണ്. പിന്നെ അടുത്തത് BR അംബേദ്കർ. അദ്ദേഹം മുഹന്ദിസു ദസ്തൂറുൽ ഹിന്ദ്, ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥാപകൻ ആരായിരുന്നു? BR അംബേദ്കർ അല്ലെ. ഇനി അടുത്ത് നോക്കാം, നുറാജി ഉന്നസ വനഖ്താർ ജുമലൻ തസ്തമിലു അലൽ മആനി അല്ലാത്തിയ. നുറാജി ഉന്നസ പാഠഭാഗം നമുക്കൊന്നുകൂടി നോക്കാം. വനഖ്താറു എന്നിട്ട് തിരഞ്ഞെടുക്കാം. ജുമലൻ തസ്തമിലു അലൽ മആനി അല്ലാത്തിയ, താഴെയുള്ള മീനിങ്ങുകൾക്ക് അനുയോജ്യമായ ജുംലകൾ നമുക്ക് കണ്ടെത്തി എഴുതാം. അപ്പൊ പോയിന്റ്സുകൾ നോക്കുക. താഴെയുള്ള കുറച്ച് പോയിന്റ്സുകൾ കാണാം, എന്തൊക്കെയാണെന്ന് നോക്കാം. അന്നിലാലു മിൻ അജലിൽ ഹുരിയ എന്ന് പറഞ്ഞാൽ എന്താ? അന്നിലാലു മിൻ അജലിൽ ഹുരിയ, സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം എന്നാണ്. അപ്പോ അന്നിലാലു മിൻ അജലിൽ ഹുരിയ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മുടെ പാഠഭാഗത്തിൽ നിന്നും പല കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക, ഓരോ സെന്റൻസുകൾ. അതുപോലെ തന്നെ നമ്മളെ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ഷജാഅത്ത് കസീറ മിനൽ മുനാളിലീന അലൽ മുഹാറബത്തിൽ ബരീതാനിയ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അതിൽ നിന്നാണ് ഈ നിലാല് എന്ന പദം ഉണ്ടായത്, മുനാലില് എന്നുള്ളതിൽ നിന്നാണ് അല്ലെ. അപ്പൊ
അതുപോലെ ഇനി അടുത്ത് നോക്കൂ, തെലഹിയത്തുൽ ഹയാത്തിലി അജലിൽ ഹരിയ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ചത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ പാഠഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താം. ആരൊക്കെയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചത്? മൗലാന മുഹമ്മദ് അലി അഥവാ മൗലാന ഷൗക്കത്ത് അലി അതുപോലെയുള്ളവരൊക്കെ അല്ലേ. പിന്നെ പിന്നെ ഈ ഒരു സെന്റൻസിനോട് യോജിച്ച ഒരുപാട് വാക്കുകൾ ഉണ്ട് നമ്മുടെ ചാപ്റ്ററിൽ. പിന്നെ അടുത്ത് നോക്കൂ, ഹബ്ബുൽ വത്തനി, ദേശസ്നേഹം. അപ്പൊ ദേശസ്നേഹവുമായി ബന്ധപ്പെട്ട് ഈ അബാദി ബാനു ബീഗത്തിന്റെ വാക്കുകൾ ഒരുപാടുണ്ട് അല്ലെ നമ്മുടെ ചാപ്റ്ററിൽ. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടെത്തുക. പിന്നെ അതുപോലെ തന്നെ ഫിദാഉൻ നഫ്സിൽ വത്തനി, സ്വന്തം നാടിനു വേണ്ടി സ്വയം ത്യാഗം ചെയ്യുക അല്ലെ. ഫിദാഉ അൻ നഫ്സി ലിൽ വത്തനി അല്ലെ, സ്വന്തം ദേശത്തിന് വേണ്ടിയിട്ട് സ്വയം ത്യാഗം ചെയ്യുന്നതിനെയാണ് ഫിദാ എന്ന് പറയാം. ഫിദാ ത്യാഗം ചെയ്യുക. അപ്പൊ അതുപോലെയുള്ള അതിനോട് യോജിച്ചതൊക്കെ സെന്റൻസ് നമ്മുടെ ചാപ്റ്ററിൽ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ മുഹാറബത്തു ലിദ്ദുൽ മുസ്തഅമിരീന, കൊളോണിയലിസ്റ്റുകൾക്കെതിരെ പോരാടുക. അപ്പൊ അതൊക്കെ ഉണ്ട് നമ്മുടെ ചാപ്റ്ററിൽ. അപ്പൊ അതൊക്കെ നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കാം, നമുക്ക് മനസ്സിലാക്കാം. ഹുവ ആലിമുൻ ഫിൽ ഉലൂമിൽ ഇജ്തിമാഇയ്യ, ഹുവ അവൻ, ആലിമുൻ ഫിൽ ഉലൂമിൽ ഇജ്തിമാഇയ്യ, സോഷ്യൽ സയൻസിൽ ഉള്ള ഒരു പണ്ഡിതനാണ്. ആലിമുൻ എന്ന് പറഞ്ഞാല് പണ്ഡിതൻ അല്ലെങ്കിൽ സയന്റിസ്റ്റ് എന്നൊക്കെ പറയാം. ഹുവ ആലിമുൻ ഫിൽ ഉലൂമിൽ ഇജ്തിമാഇയ്യ, സോഷ്യൽ സയൻസിൽ അവനൊരു പണ്ഡിതനാണ്. അപ്പോൾ ഒരാളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പോൾ രണ്ടാളാണെങ്കിൽ ഹുമ, അവർ രണ്ടുപേരും, ദാരിസാനി, അവര് സ്റ്റുഡൻസ് ആണ്, ഫി മദ്രസത്തിൻ വാഹിദത്തിൻ, ഒരേ സ്കൂളിലെ സ്റ്റുഡൻസ് ആണ് അവർ രണ്ടുപേരും. അപ്പൊ രണ്ടാളെ കുറിച്ച് വന്നപ്പോൾ അവസാനത്തില് ആ ദാരിസന്റെ ശേഷം ഒരു അലിഫും നൂനും വന്നു അല്ലെ. ദാരിസാനി ഫി മദ്രസത്തിൻ വാഹിദ. ഇനി ഒരുപാട് പേരാണെങ്കിൽ ഹും, അവർ രണ്ടിൽ കൂടുതൽ പേരാവുമ്പോ ഹും ദാഹിബൂന ഇലൽ മൈദാനി, അവര് ഗ്രൗണ്ടിലേക്ക് പോകുന്നവരാണ്. ദാഹിബൂന പറഞ്ഞാല് അവർ ഒരുപാട് പേര് പോകുന്നവരാണ്, ഇലൽ മൈദാനി ഗ്രൗണ്ടിലേക്ക്. പിന്നെ ഹിയ, അവളൊരു സ്ത്രീയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഹിയ വന്നത്. ഹിയ കാത്തിബത്തുൻ മഷ്ഹൂറ, അവളൊരു ഫേമസ് റൈറ്റർ ആണ്, അവളൊരു പ്രശസ്തയായ ഒരു എഴുത്തുകാരിയാണ്. പിന്നെ രണ്ട് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ഹുമ ലായിബത്താനി ഫി ബാഹത്തിൽ മദ്രസത്തി, അവര് സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുന്നവരാണ്, അവർ രണ്ടുപേരും സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുകയാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഹുന്ന, അപ്പോൾ ഒരുപാട് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ പേരെ സ്ത്രീകളെ കുറിച്ച് പറയും. ഹുന്ന ഖാദിമാത്തുൻ ഫിൽ മിനൽ ജാമിയത്തി, അവര് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വരുന്നവരാണ്. ഖാദിമാത്തുൻ എന്ന് പറഞ്ഞാല് വരുന്നവരാണ്. അപ്പൊ അതിന്റെ അവസാനത്തിൽ ഖാദിമ എന്നുള്ളതിന് ശേഷം അവസാനത്തിൽ ശ്രദ്ധിച്ചില്ല, അലിഫും താവും വന്നു അല്ലെ. അപ്പൊ ഇത് എന്താണെന്ന് മനസ്സിലായോ? ഈ ചുവന്ന കളറിലുള്ള ഈ വേർഡുകളൊക്കെ ഏതാണെന്ന് മനസ്സിലായോ? അത് ഇസ്മു ഫായിലാണ് കേട്ടോ. ഒരു പ്രവൃത്തി ചെയ്യുന്ന ആള്, പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഫായില് എന്ന് പറയാ. അപ്പൊ ഇത് ഇവിടെ കാണുന്നതൊക്കെ ഇസ്മു ഫായിലാണ്. അപ്പോ മുദക്കറിൽ എങ്ങനെയായിരിക്കും? ആലിമുൻ, ദാരിസാനി, ദാഹിബൂന എന്നൊക്കെയാണ് അല്ലെ. അപ്പൊ മുഅന്നസില് ഹിയ എന്നായിരിക്കും. അപ്പൊ അത് കാത്തിബത്തുൻ, ലായിബത്താനി, ഖാദിമാത്തുൻ എന്നൊക്കെയാണ് അല്ലെ. അപ്പൊ നോക്കൂ, അടുത്ത നോക്കൂ, ഫായിലുൻ, ഫായിലാനി, ഫായിലൂന. ഒരു മുദക്കറാണെങ്കിൽ ആ ഫായിലെ ഒരാൾ മാത്രമുള്ളെങ്കിൽ ഫായിലുൻ എന്ന് പറയും. മുസന്നയാണെങ്കിൽ രണ്ടാളെ കുറിച്ച് പറയുമ്പോൾ ഫായിലാനി, അവസാനത്തിൽ അലിഫും നൂനും വരും മുദക്കറാണെങ്കിൽ. ഇനി ജമ്മാണെങ്കിൽ അവസാനത്തിൽ വാവും നൂനും വരികയാണ് അല്ലെ. ഫായിലുൻ, ഫായിലാനി, ഫായിലൂന. ഇനി മുഅന്നസാണെങ്കിൽ ഫായിലത്തുൻ, ഫായിലത്താനി, അവസാനത്തിൽ എന്ത് വന്നു? ഫായിലത്തുൻ എന്ന് പറഞ്ഞാൽ താവ് വന്നു. പിന്നെ മുസന്നയില് അലിഫും നൂനും എക്സ്ട്രാ വന്നു. പിന്നെ അത് ജമ്മിലോട്ടാക്കുമ്പോൾ അലിഫും താവുമാണ് വരുന്നത്, ഫായിലാത്തുൻ എന്നാണ് അല്ലെ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇനി ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാനുള്ള വർക്കാണ് കേട്ടോ. നുക്കുമിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അപ്പൊ ഈ ജാലിസുൻ എന്നുള്ളത് എങ്ങനെ ഫില്ല് ചെയ്യാം? ജാലിസുൻ, ജാലിസാനി, ജാലിസൂന. ഇനി അന്നസിലോട്ടാക്കുമ്പോൾ ജാലിസത്തുൻ, ജാലിസത്താനി, ജാലിസാത്തുൻ. അതുപോലെ നുക്കവ്വിനു സീഗ അസ്മാഇൽ ഫായിലി കമാ നറാബി അലാഹു,
നുക്കവിന് സിയ അസ്മാൽ ഫാൽ. ഇസ്മു താഴെയുള്ള ഫീലുകളൊക്കെ നമുക്കൊന്ന് ഇസ്മു ഫീലിന്റെ സിയയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നോക്കൂ, താഴെയുള്ള വേർഡുകൾ ഏതൊക്കെയാണ്? കത്തബ, നസറ, വഖഫ, ദാമ, ഖല, ഖദിമ എന്നൊക്കെയാണ്. ഈ വേർഡുകളൊക്കെ നമുക്ക് ഇസ്മു ഫായിലോട്ടാക്കണം. അപ്പൊ കത്തബ എന്നുള്ളത് കാത്തിബുൻ എന്നാകും. അപ്പൊ കാത്തിബ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാം. എങ്ങനെ എഴുതാം? അത് മുദക്കറിലും മുഅന്നസിലും ആക്കണം. അതിന്റെ സീഗയാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പൊ എങ്ങനെ എഴുതാം? കത്തബ എന്നുള്ളത് കാത്തിബുൻ എന്നാവും അല്ലെ. കാത്തിബുൻ, കാത്തിബാനി, കാത്തിബൂന. ഇനി മുഅന്നസിലോട്ടാക്കുമ്പോൾ കാത്തിബത്തുൻ, കാത്തിബത്താനി, കാത്തിബാത്തുൻ. അതുപോലെ ബാക്കിയൊക്കെ കണ്ടെത്തി എഴുതണം. നമ്മളൊന്ന് പെട്ടെന്ന് പറയാം. നസറ എന്നുള്ളത് നാസിറുൻ, നാസിറാനി, നാസിറൂന, നാസിറത്തുൻ, നാസിറത്താനി, നാസിറാത്തുൻ. അതുപോലെ വഖഫ, വാഖിഫുൻ, വാഖിഫാനി, വാഖിഫൂന, വാഖിഫത്തുൻ, വാഖിഫത്താനി, വാഖിഫാത്തുൻ. പിന്നെ ദാമ, ദായിമുൻ, ദായിമാനി, ദായിമൂന, ദായിമത്തുൻ, ദായിമത്താനി, ദായിമാത്തുൻ. പിന്നെ ഖല, ഖല എങ്ങനെ എഴുതാം? ഖാലിയൂൻ അല്ലെ, കീയൊതുങ്ങുന്നവൻ എന്നാണ് അർത്ഥം. ഖാലിയൂൻ, ഖാലിയാനി, ഖാലിയൂന, ഖാലിയാത്തുൻ, ഖാലിയാത്താനി, ഖാലിയാത്തുൻ. ഇനി ഖദിമ, ഖദിമ എന്നുള്ളത് എങ്ങനെ എഴുതാം? ഖാദിമുൻ അല്ലെ. അത് ഇസ്മു ഫായിലോട്ടാക്കുമ്പോൾ ഖാദിമുൻ. അപ്പോൾ ഖാദിമുൻ, ഖാദിമാനി, ഖാദിമൂന, ഖാദിമത്തുൻ, ഖാദിമത്താനി, ഖാദിമാത്തുൻ. അപ്പോൾ മുദക്കറിലും മുഅന്നസിലും എങ്ങനെ വരും, അതിന്റെ ചേഞ്ചുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. പാഠഭാഗം നന്നായിട്ടൊന്ന് വായിക്കുക, മനസ്സിലാക്കുക. ഇൻഷാ അല്ലാ ബാക്കി ഭാഗവുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ, അസ്സലാമു അലൈക്കും.